പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഓപ്പറേഷൻ സിന്ദൂർ സൈന്യം വിശദീകരിച്ചു. 25 മിനിറ്റിൽ 9 ഭീകര കേന്ദ്രങ്ങൾ 24 മിസൈലുകൾ പ്രയോഗിച്ച് തകർക്കുകയായിരുന്നു. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം വനിതാ സൈനിക ഓഫീസേഴ്സായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഇന്ത്യൻ സൈനിക നടപടികൾ വിശദീകരിച്ചത്. Indian armed forces are fully prepared to respond to Pakistani misadventures, if any, that will escalate the situation. मरकज ताइबा मुरीद के यह आईबी से 18 से 25 किलोमीटर दूरी पर है. 2008 के मुंबई हमले के आतंकी भी यहीं से प्रशिक्षित हुए थे. अजमल कसब व डेविड हेडली भी यहाँ ट्रेन हुए थे. TRFന്റെ മറവിൽ ലഷ്കർ ഇ തൊയ്ബയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്നും ആഗോള ഭീകരതയുടെ കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. സാഹസത്തിന് മുന്നിൽ പ്രത്യാഘാതം ഗുരുതരമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. Pakistan also has a well-deserved reputation as a haven for terrorists from around the world, with internationally proscribed terrorists enjoying impunity there. In addition, Pakistan has been known to willfully mislead the world and international forums such as the Financial Action Task Force on this issue. The Sajid Mir case, in which this terrorist was declared dead and then, in response to international pressure, brought back to life, found alive and arrested, is the most glaring example. നാളെ സർവകക്ഷി യോഗം ചേരും. പ്രധാനമന്ത്രി ഉടൻ രാഷ്ട്രപതിയെ കാണും. വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ, ബൽറാം നെടുങ്ങാടി, ബി ദിലീപ് കുമാർ, വിനീത വിജി എന്നിവർ ചേരും. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, വാർത്താ സമ്മേളനത്തിലൂടെ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് സൈന്യം വിശദീകരിക്കുന്നു. പാകിസ്ഥാനെതിരെ, പാക് ഭീകരതയ്ക്കെതിരെ കൃത്യമായ തെളിവുണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? UN പ്രമേയത്തിൽ തന്നെ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്നും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് അതിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ലോകരാഷ്ട്രങ്ങൾ അറിയിച്ചതാണ്. അതാണ് യഥാർത്ഥത്തിൽ നടപ്പായത് എന്നതാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി ആമുഖമായി പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ, ഭീകര താവളങ്ങളിൽ 26 സ്ട്രൈക്കുകൾ, 26 ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ഏതാണ്ട് 100ഓളം ഭീകരർ അല്ലെങ്കിൽ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ മരിച്ചിരിക്കുന്നു എന്ന വിവരവും ഉണ്ട്. പാകിസ്ഥാൻ ഏതായാലും ആ സംഖ്യ 26 ആണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. മൗലാന മസൂദ് അസർ അടക്കം ഉള്ള കൊടും ഭീകരർ, അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ 10 പേരെങ്കിലും മരിച്ചുവെന്ന് മൗലാന മസൂദ് അസർ തന്നെ പറയുന്ന സാഹചര്യവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, അനന്തരവൻ്റെ ഭാര്യ, വീട്ടിലെ ചില കുട്ടികൾ എന്നതൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഇത്രയും ആളുകൾ മരിച്ചു എന്നതാണ് മസൂദ് അസർ പറഞ്ഞത്. അങ്ങനെ പാകിസ്ഥാന് ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ പുലർച്ചെ, ഈ അർദ്ധരാത്രി നടന്ന ഈ ആക്രമണത്തിൽ ഇന്ത്യ നൽകിയത്. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം പൂർത്തിയാകുന്നു. ഇനിയിപ്പോൾ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്. നാളെ ഒരു സർവകക്ഷി യോഗം കൂടി, നാളെ രാവിലെ 11 മണിക്ക് സർവകക്ഷി യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം അതേക്കുറിച്ച് വിശദീകരിച്ച് നൽകാനായി ആണ് ഈ തരത്തിൽ. മാത്രമല്ല, തുടർ നീക്കങ്ങളിൽ മറ്റു പാർട്ടികളുടെ കൂടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സർവകക്ഷി യോഗം. ഇതിനോടകം തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച ഈ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നടപടിക്രമം എന്നുള്ളതിലേക്ക് കൂടിയാണ് സർവകക്ഷി യോഗം നാളെ ചേരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി ഈ ഭീകരാക്രമണത്തിൽ നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇത് യഥാർത്ഥത്തിൽ ഭീകര താവളങ്ങളിലായിരുന്നില്ല, സിവിലിയൻസിന്, സാധാരണക്കാരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ച എന്ന തരത്തിലൊരു നെറേറ്റീവ് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ സ്ഥാനപതികളെ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് പറയാനുള്ളത് അവതരിപ്പിക്കുന്നു. മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ആക്രമണം നടത്തി എന്ന കാര്യം കൃത്യമായി തന്നെ ഇന്ത്യ ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ വാർത്താ സമ്മേളനത്തെ എങ്ങനെ കാണണം? എങ്ങനെ ഈ ആക്രമണം നടത്തിയെന്ന സൈന്യം തന്നെ വിശദീകരിക്കുകയാണല്ലോ. തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ അഭ്യർത്ഥനയും വരുന്നുണ്ട്, ഇനി ഇന്ത്യ ആക്രമിക്കരുത് എന്ന്. എങ്ങനെ കാണണം സ്ഥിതിഗതികളെ, ബി ദിലീപ് കുമാർ? ഉന്മേഷ്, പുലർച്ചെ 1:05 മുതൽ 1:30 വരെയാണ് ഇന്ത്യയുടെ സൈനിക നീക്കമുണ്ടായിരുന്നത്. പാകിസ്ഥാനിലെ
ഭീകരത്താവളങ്ങൾ അപ്പാടെ തച്ചു തകർക്കും വിധമായിരുന്നു ഈ ആക്രമണം. ഇതിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. ലഷ്കറിൻ്റെ 3-ഉം ജെയ്ഷെ മുഹമ്മദിൻ്റെ 4-ഉം ഹിസ്ബുൾ മുജാഹിദിൻ്റെ 2 ഭീകരത്താവളങ്ങൾ തകർത്തു. ഇന്ത്യയുടെ ലക്ഷ്യം നിറവേറി എന്നാണ് പിന്നീട് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പ്രതിരോധ വക്താക്കളും മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തു. ആദ്യമായി 2 വനിതാ ഓഫീസർമാരാണ് സൈന്യത്തിൻ്റെ നടപടികൾ വിശദീകരിച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടത്. കേണൽ ഖുറേഷിയും അതോടൊപ്പം തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഈ കാര്യങ്ങൾ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ഈ സോഫിയ ഖുറേഷി നേരത്തെ തന്നെ, അതായത് ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരു വനിത ഒരു കണ്ടിജന്റിനെ നയിച്ചു എന്ന സവിശേഷതയുണ്ട്. നേരത്തെ അത് എക്സസൈസ് ഫോഴ്സ് 18 എന്ന ഒരു പരിശീലനത്തിലായിരുന്നു. 18 രാജ്യങ്ങളിൽ നിന്നുള്ളവർ സൈനികരായിരുന്നു അതിൽ പങ്കെടുത്തത്. അതിൽ ഇന്ത്യയുടെ കണ്ടിജന്റിനെ നയിച്ചിരുന്നത് സോഫിയ ഖുറേഷിയാണ്. ഗുജറാത്ത് സ്വദേശിയാണ്. വ്യോമിക സിംഗാണ് മറ്റൊന്ന്, വിംഗ് കമാൻഡറാണ് വ്യോമസേനയിൽ. 2500 കിലോമീറ്റർ ഫ്ലൈ ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് വ്യോമിക സിംഗ്. അത്തരം സവിശേഷതകളുള്ള 2 വനിതാ യുവ ഓഫീസർമാരെയാണ് ഇന്ന് ഈ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നിയോഗിച്ചത് എന്ന കാര്യവും പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഏതായാലും ഇന്ത്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ ഭീകരതയുടെ അടിവേരുകൾ അത് അറുത്തുമാറ്റുക എന്നതായിരുന്നു ഇന്ത്യ പ്രതികരിച്ചിരുന്നത്. അതിലേറെക്കുറെ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. ഈ ലക്ഷ്യമിട്ട താവളങ്ങളെല്ലാം പൂർണ്ണമായി തകർക്കുന്നതിന് ഇന്ത്യക്ക് സാധിച്ചിട്ടുമുണ്ട്. ഉന്മേഷ്. വി ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.